ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് മേഘ എന്നാണ്. സോ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഈ സംസാരിക്കുന്നതും എൻ്റെ ഓഡിയോയും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു മൈക്ക് വെച്ചിട്ടായിരുന്നു കുറേ പോർഷൻസ് റെക്കോർഡ് ചെയ്തത്, അതായത് എല്ലാവരുടെ ഒപ്പീനിയൻ ചോദിക്കുന്നതും കാര്യങ്ങളുമൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മൈക്ക് കേടായിരുന്നു. ഞാനത് വാരണാസിയിൽ എത്തിയ ശേഷമാണ് അത് മനസ്സിലാക്കിയത്. സോ ഇവരെല്ലാം സംസാരിക്കുന്നത് ലോസ്റ്റായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, സംഭവം എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഞങ്ങൾ 2 ടീംസ് ഉണ്ട്. ഞങ്ങൾ ഒരു നാഷണൽ ലെവൽ ഹാക്കത്തോൺ, അതായത് ഡാർക്ക് പാറ്റേൺസ് ബസ്റ്റർ ഹാക്കത്തോണിലേക്ക് സെലക്റ്റായി. അപ്പോൾ ഫൈനലിന് വേണ്ടിയിട്ട് ഞങ്ങൾ IIT വാരണാസി പോവാണ്. അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് വാരണാസി കറങ്ങുക, അതായത് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം വാരണാസി കറങ്ങുക എന്നുള്ളതാണ്. ഹാക്കത്തോണൊക്കെ സൈഡിൽ. അപ്പം 2 ടീംസ് ഉണ്ട്. സംസാരിച്ചത് ബജ്രംഗാണ്, പിന്നെ ആൽഫ്രഡ്, എഡ്വിൻ, പിന്നെ എൻ്റെ ടീമിലുള്ളത് ഗൗതം, ഗാഥ, ജയദേവ് ആൻഡ് മാധവ്. മാധവ് അന്നേരം വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിലായിരുന്നു പോയത്. ഇത് ആക്ച്വലി ഫെബ്രുവരിയിലാണ് ഞങ്ങൾ പോയത്, കഴിഞ്ഞ ഫെബ്രുവരി, 2024 ഫെബ്രുവരി. കുറേ താമസിച്ചു അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞു അങ്ങനെ തിരക്കിലായിരുന്നു. ഇപ്പം ഫ്രീ ടൈം കിട്ടി ഞാൻ എഡിറ്റ് ചെയ്തതാണ്. സോറി ഫോർ ദാറ്റ്. ആൻഡ് ഈ ഒരു വീഡിയോ എന്താ എല്ലാം ലോസ്റ്റായി പോയ ഓഡിയോ. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു ട്രിപ്പായിരുന്നു ആക്ച്വലി വാരണാസി ട്രിപ്പ്. ഇത് ആക്ച്വലി ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തൊരു ട്രിപ്പല്ല. കാരണം ഞങ്ങൾ പെട്ടെന്ന് പോയൊരു ഹാക്കത്തോണിൽ പങ്കെടുത്തു, ഞങ്ങൾ സെലക്റ്റായി നാഷണൽ ലെവലിലേക്ക്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പറയുന്നു വാരണാസി പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇതായിട്ട് സെറ്റായിട്ട് പോയതാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. പിന്നെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇവിടെ, അതായത് വന്ദേ ഭാരത്തിൽ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള സീറ്റിൽ അത് എന്തോ ഒരു ഇതായിട്ട് ശരിയില്ലായിരുന്നു. അപ്പോൾ അത് അവർ വന്ന് ശരിയാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പം മാധവ് പറഞ്ഞായിരുന്നു അതെടുക്ക് യൂട്യൂബിലിടാമെന്ന്. സോ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പം ഞങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫുഡെന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് സേവാണ്, പൊട്ടിക്കാം. ഇത് കാരമൽ പോപ്കോൺ, പിന്നെ ഒരു കെച്ചപ്പ് വന്നിട്ടുണ്ട്. ഇത് കച്ചോടിയാണ്. ഞാൻ ഓൾമോസ്റ്റ് ഇത്രയും കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ്. എന്നിട്ട് സാനിറ്റൈസർ. പിന്നെ ഇതൊരു ഇൻസ്റ്റൻറ്റ് ടീ മിക്സാണ്. അവർ വെള്ളം കൊണ്ടുവരും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇത് ഐ തിങ്ക് കുറച്ച് വെജിറ്റബിൾസിൻ്റെ മിക്സ്. പിന്നെ ഇതെന്ന് പറയുന്നത് ദാൽ കറി, ദിസ് ഇസ് ചിക്കൻ കറി ആൻഡ് ദിസ് ഇസ് റൈസ്. പിന്നെ ഇത് ഒരു റാഗി ലഡു ഡെസേർട്ടായിട്ട്. ഇതൊരു ദഹിയാണ്. ഐ തിങ്ക് ഇറ്റ്സ് ചപ്പാത്തി ഇല്ലേ. അപ്പോൾ ഫോഗും എന്തെല്ലാം ഒക്കെ കൊണ്ട് ഞങ്ങൾ നല്ല ലേറ്റായി എത്താനായിട്ട്. അതായത് ആക്ച്വലി 3 മണിക്ക് എന്തോ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കയറിയതാണ്. 15-ാം തീയതി കയറേണ്ടതായിരുന്നു. പക്ഷേ ലേറ്റായി, 4:30ക്കാണ് കയറിയത്. അപ്പം ഞങ്ങൾ ഒറിജിനൽ ടൈം അനുസരിച്ച് 10:30-11 ആകുമ്പോൾ എത്തേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ എത്തിയതാവട്ടെ രാവിലെ 5 മണിക്ക്. എന്തോരം ഡിലേ ആയി. പക്ഷേ ആ ഒരു ടൈമിൽ നല്ല തണുപ്പിൻ്റെ ഇതുണ്ടായിരുന്നു. മേ ബി അതായിരിക്കും ട്രെയിൻ ഡിലേ ആയത്. പറകിൽ ഗാദാസ് നായരുണ്ട്, ജയദേവസ്, ഗൗതം ആൻഡ് മാധവ്. ഞങ്ങൾ ആക്ച്വലി 2 സെറ്റായിട്ട് തിരിഞ്ഞിട്ടായിരുന്നു റൂം എടുത്തത്. അതായത് ഗൗതമും മാധവും വേറൊരിടത്തും, ഞാനും ജയദേവും ഗാഥയും വേറൊരിടത്തും. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹോസ്റ്റൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് 3 പേര് സെപ്പറേറ്റ് പോയത്. അപ്പോൾ ഗൈസ്, ഞാൻ റൂമിൽ വന്ന് ഒരു ഉറക്കം കഴിഞ്ഞ് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാനിരിക്കുകയാണ്. അപ്പം എനിക്ക് വീണ്ടും അബദ്ധം പറ്റി. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾ ട്രെയിൻ ലേറ്റായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ലൈക്ക് ഇന്നലെ, അതായത് 15ന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ റൂം എടുത്തത്. അപ്പം എന്തായാലും വെളുപ്പിന് 5 മണിയായി വന്നപ്പോഴത്തേന്. അപ്പം ഓക്കെ, വാട്ടെവർ എന്നുള്ള രീതിയിൽ അപ്പം 11 മണി വരെ കിടക്കാമല്ലോ ഇവിടെ എന്ന് പറഞ്ഞ് വന്നു. വന്നപ്പം ഭാർഗവീനിലേയും തോറ്റു പോകുന്നൊരു സാധനമാണ് കിട്ടിയേക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നോക്ക്, അവിടെ 2 ഡോറുണ്ട്. അത് ബാൽക്കണിയിലുണ്ട്. ഇപ്പുറത്തുള്ള തുറക്കല് വാഷ്റൂമിൽ എന്തോ പണി നടക്കുന്ന സാധനം എന്തൊക്കെയോ പറഞ്ഞത് ഞങ്ങൾ കിട്ടിയേക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടെ. ഞങ്ങൾ എന്തായാലും ഒരു 11 മണിയാകുമ്പോൾ ജീവനം കൊണ്ടോടാനുള്ള ഒരു ഇതിലാണ്.
മീൻസ് പുറപ്പാടിലാണ്. ഞങ്ങളുടെ കൂടെ വേറെ 2 പേരുണ്ടായിരുന്നു. അപ്പം അവർ വേറെ അടുത്താണ് ബുക്ക് ചെയ്തത്. അവിടെ ആ ഒരു ലൈക്ക് 15ലേക്ക് റൂമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പം ഞങ്ങൾ രാവിലെ വിളിച്ചു. അപ്പം അവിടെ 16നുള്ള ലൈക്ക് ഇന്നൂടെ ഞങ്ങളിവിടെ താമസിച്ചിട്ട് ഐറ്റി പോകാം എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അപ്പം അവിടെ. അപ്പം 16ന് അവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയും എന്തൊക്കെ മുഞ്ചലുകളുണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാം. സോ ഗൈസ്, അപ്പം നമ്മൾ അടുത്ത റൂമിലോട്ട്, സെക്കൻഡ് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇത്തവണ ഗൗതമൻ്റെയും മാധവൻ്റെയും കൂടെയാണ് എടുത്തേക്കുന്നത്. അപ്പം ആ റൂം കാണിക്കാം. ഞാനും ആദ്യ റൂമിലാണ്. ആ റൂം അല്ല, ഞങ്ങളിപ്പം ഗൗതമിൻ്റെയൊക്കെ റൂമിലാണ്. ഞാൻ ആ റൂം കാണിക്കാം. ഏകദേശം സിമിലർ പാറ്റേണിലാണ് ഞങ്ങളുടെ റൂമുള്ളത്. ഏകദേശം ഇങ്ങനെയാണ്. പെർ ഹെഡ് 500 അവർ വാങ്ങുന്നത്. മറ്റേതിനേക്കാളും കമ്പാരിറ്റീവ്ലി ഭേദമായിട്ടാണ് എനിക്കിത് തോന്നിയത്. എന്തായാലും ഞാനിപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളിന്ന് കാശി വിശ്വനാഥ് ടെമ്പിൾ പോകാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം തന്നെ 2 മണി കഴിഞ്ഞു. ഇനി എപ്പോൾ പോകാമെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എന്തായാലും നോക്കാം. നമ്മൾ വന്ന് കിടന്നുറങ്ങി എണീറ്റപ്പോൾ തന്നെ ഒരു സമയമായി. അപ്പം ഇപ്പം 2 മണി കഴിഞ്ഞു. അപ്പം നമ്മൾ റിക്ഷ പിടിച്ചിട്ട് കാശി വിശ്വനാഥ് ടെമ്പിളിൽ പോവാണ്. നമ്മൾ താമസിച്ച സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ടായിരുന്നു കാശി മെയിൻ ഒരു സ്ഥലമുണ്ട്. അതായത് ആ ഒരു മെയിൻ സ്ക്വയർ പോലെ കാശി വിശ്വനാഥ് ടെമ്പിൾ, കാലഭൈരവ ടെമ്പിൾ, അങ്ങനെ കുറേ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു എന്താ പറയുക, ഒരു സ്ക്വയർ പോലത്തെ ഒരു സംഭവം. അതായത് ഇപ്പം ഡൽഹിയിൽ ചാന്ദി ചൗക്കിലൊക്കെ പോയ ആൾക്കാർക്ക് ആ ഒരു സിമിലർ പാറ്റേൺ, അതായത് ഏകദേശം അതുപോലൊക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ അമൃത്സറിൽ പോയ ആൾക്കാർക്ക് ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു വൈബാണ് ഏകദേശം ഈ ഒരു സ്ഥലം തരുന്നത്. അപ്പം എന്തായാലും നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഗ്യാൻവാപ്പി മോസ്ക്. ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയതുകൊണ്ട് അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. പക്ഷേ എനിക്കിത് കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒരു 3 സെക്കൻഡേ ഉള്ളെങ്കിലും ആ ഒരു വീഡിയോ എടുത്തത്. ഇതാണ് കാശി വിശ്വനാഥ് ടെമ്പിളിലേക്കുള്ള എൻട്രി, ഗംഗാദ്വാർ എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് ക്യൂ ഉണ്ട്. അതായത് നമുക്ക് പൈസ കൊടുത്താൽ, അത് 300 രൂപ കൊടുത്താൽ, അത് കഴിഞ്ഞ വർഷത്തെ റേറ്റാണ് കേട്ടോ, 300 രൂപ കൊടുത്താൽ പ്രസാദം പ്ലസ് പെട്ടെന്ന് തൊഴാം. അല്ല, നമ്മൾ പൈസയൊന്നും കൊടുക്കാണ്ട് തൊഴാം. അതിന് ഫ്രീ ആണ്. പക്ഷേ 4-5 മണിക്കൂർ എടുക്കും. അപ്പം ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ VIP ക്യൂ എടുത്തു. പക്ഷേ ഞങ്ങൾ പിന്നെയും പെട്ടുപോയി. കാരണം ഏതോ ഒരു VIP വന്നിട്ട് ഞങ്ങളെ, അതായത് ആ ഒരു പെട്ടെന്ന് തൊഴാനുള്ള ക്യൂ തന്നെ അവർ ഡിലേ ആക്കി. ഞങ്ങളപ്പോൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 1 മണിക്കൂറത്തെ കാത്തിരിപ്പ്, 300 രൂപ കൊടുത്തു. എന്നാലും 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്തായാലും ദർശനം കഴിഞ്ഞിറങ്ങി. ഇവിടെയൊക്കെ കണ്ടല്ലോ. അഭിപ്രായം പറ. നല്ല തിരക്കുണ്ട്. പിന്നെ പൈസ ഉണ്ട്, വേഗം കാണാം. ലൈക്ക് പൈസ അനുസരിച്ചിരിക്കും. പൈസ ഉണ്ട്, കുറച്ചുകൂടി സിമ്പിളാണ്. പൈസ, that's what's matter. മണി മാറ്റേഴ്സ്. ഇത്ര പറയുള്ളൂ, മണി മാറ്റേഴ്സ്. ഭക്തിയല്ല, മണി മാറ്റേഴ്സ്. ഗൈസ്, കാലഭൈരവ ടെമ്പിൾ ആണ് ആക്ച്വലി. അവിടെ പൂജ നടക്കുന്നതാണ് നമ്മൾ മുമ്പേ കണ്ടത്. അപ്പം ഈ ഗലികളുണ്ടല്ലോ, അതായത് ആക്ച്വലി ഞാൻ എവിടെയോ കണ്ടു കാശി വിശ്വനാഥ് ടെമ്പിൾ വിസിറ്റ് ചെയ്യുമ്പോൾ കാലഭൈരവ ടെമ്പിളും വിസിറ്റ് ചെയ്യണം എന്ന്. അപ്പം ഞാൻ അത് കണ്ട് ഞാൻ ഇവർ മോട്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് കാലഭൈരവ ടെമ്പിളിലൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഇത് കാലഭൈരവ ടെമ്പിളിലേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു. അപ്പം തന്നെ എല്ലാവരും ടയേർഡായി. പിന്നെ അവിടെ ഇങ്ങനെ, അതായത് അമ്പലത്തിന് നമ്മൾ പ്രദക്ഷിണം വെക്കുമ്പം അവിടെ സൈഡിലൊക്കെ ആൾക്കാർ, അതായത് ഇപ്പം ഈ മയിൽപ്പീലിയൊക്കെ കൊണ്ടിങ്ങനെ തട്ടാനിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിദഗ്ധമായിട്ട് എസ്കേപ്പായി. പക്ഷേ ഗാഥയ്ക്ക് വഴി കിട്ടി. ഗാഥയ്ക്ക് തലയിൽ കുറേ തട്ട് കിട്ടി. എന്നിട്ട് ഒരു ചരട് കെട്ടിയിട്ട് 150 രൂപ ചോദിച്ചു. പക്ഷേ അവൾ ആ പൈസ ചോദിച്ച സമയത്ത് അവൾ വിദഗ്ധമായിട്ട് എസ്കേപ്പായി. അപ്പം എല്ലാവരും എന്നെ തെറി വിളിക്കുമായിരുന്നു. കാരണം ഞാൻ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് കാലഭൈരവ ടെമ്പിളിൽ കൊണ്ടുപോയേന്. അപ്പോൾ അത് വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അന്ന് ഗംഗാരതി കാണാൻ പറ്റിയില്ല. കാരണം നമ്മളന്ന് നല്ല ലേറ്റായിരുന്നു. ഒരു VIP ക്യൂ എടുത്തിട്ടും. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം അവിടെ ഈ 2 സ്ഥലങ്ങൾ മാത്രമേ വിസിറ്റ് ചെയ്തുള്ളൂ.
അപ്പോൾ നമ്മൾ ഇനിയും തിരിച്ച് റൂമിലേക്ക് പോവാണ്. പിറ്റേന്നാണ് ഹാക്കത്തോൺ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല, ചുമ്മാ ഇരിക്കാറാണ്. എന്നാലും സ്റ്റിൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. പിറ്റേന്ന് രാവിലെ എണീറ്റ് ഇവിടെ IIT പോകേണ്ടതാണ്. അതുകൊണ്ട് ഗൈസ്, മൂഞ്ചലുകളിൽ നിന്ന് മൂഞ്ചലുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയില്ല. കാരണം ലൈക്ക് ഫസ്റ്റ് ഡേ അതിൽ നിന്ന് കാൽവരെ മുന്തർ പോയി കുറേ നടന്നു. ബട്ട് ചെന്നപ്പോൾ ഒരു കുഞ്ഞി അമ്പലം. ആൻഡ് ഐ വാസ് ലൈക്ക് എൻ്റെ മുന്നോ ഇതാണോ എന്ന്. ആൻഡ് പിന്നെ അതായത് പെട്ടെന്ന് കാണാനുള്ള 300 രൂപയുടെ ടിക്കറ്റ് ഞങ്ങളെടുത്ത്. പിന്നെ കാത്തിരുന്ന് പുഴ മെലിഞ്ഞിട്ട് ഞങ്ങൾക്ക് 1 മണിക്കൂറിലാണ് ദർശനം കിട്ടിയത്. എന്തോ ഒരു VIP വരുന്നുണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് ഡേ. ഇത്രയും സ്ഥലം കറങ്ങാൻ പറ്റുള്ളൂ. അപ്പം പ്ലാന് ഫുള്ള് തകടം മറിഞ്ഞു. ഗംഗാരതി കാണാൻ പറ്റിയില്ല. ബാക്കി വീഡിയോയിൽ കാണാം. നാളെയാണ് ഇനി കോമ്പറ്റീഷൻ. ലൈക്ക് 17th കോമ്പറ്റീഷൻ. അപ്പം ഞങ്ങൾ മിക്കവാറും ഫുൾ IIT അത് കഴിഞ്ഞിട്ട് 18th കറങ്ങും. പിന്നെ 19th രാവിലെ 6 മണിക്കത്തെ വന്ദേ ഭാരതിനാണ് തിരിച്ചു പോരുന്നത്. അപ്പം ബാക്കി കാണാം. അപ്പം നമ്മൾ IIT വാരണാസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാനും ഗാഥയും ജയദേവും അതെ ആക്ച്വലി 3 പേരെ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അപ്പം ഞങ്ങൾ 3 പേരും ആദ്യം പോവുക. പിന്നെ ബാക്കിയുള്ളവർക്ക് എൻട്രി ഉണ്ടെങ്കിൽ ഗൗതമനെയും മാധവനെയും വിളിക്കുക എന്നൊരു ഇതായിരുന്നു ഞങ്ങൾക്ക്, പ്ലാനായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം പോയി. അപ്പോൾ ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്യാൻ എന്നൊരു ഐഡിയയിലാണ് പോയത്. പക്ഷെ ഞങ്ങൾക്ക് ഹോസ്റ്റൽ കണ്ടപ്പോഴത്തേനും മതിയായി. അപ്പം ഞങ്ങൾ പിന്നെയും അവിടെ തന്നെ പുറത്ത് തന്നെ സ്റ്റേ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി പുറത്ത് നിന്ന് ആൾക്കാർക്ക് എൻട്രി ഉണ്ട് എന്ന്. അപ്പം ഞങ്ങൾ ഗൗതമിനെയും മാധവനെയും കൂടെ വിളിച്ചു. അപ്പം ഞങ്ങൾ 5 പേരും അവിടെ കോമ്പറ്റീഷൻ്റെ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഒരു റിക്ഷ പിടിച്ചിട്ട് അവിടേക്ക് പോകുന്ന ഇതാണ് കാണുന്നത്. ഇതിലൊരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഞങ്ങൾക്ക് ട്രാവൽ എക്സ്പെൻസായിട്ട് ഒരാൾക്ക് 2000 വീതം ടീംമേറ്റ്സ് എല്ലാവർക്കും, അതായത് ടോട്ടൽ ഒരു ടീമിന് 6000 തരും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ അത് കിട്ടിയിട്ടില്ല. അതായത് ഇപ്പം 1 വർഷം ആവാറായി, എന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അത് ഞങ്ങളുടെ അക്കൗണ്ടിൽ 2000 ക്രെഡിറ്റ് ആയിട്ടില്ല. അത് എനിക്ക് പറയണമെന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ BHUവിലേക്ക് എൻ്റർ ചെയ്തു. അതായത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് IIT വാരണാസി വരുന്നത്. അപ്പം ആക്ച്വലി നല്ലൊരു ക്യാമ്പസാണ് BHUവിൻ്റെ ക്യാമ്പസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓൾഡ് എസ്തെറ്റിക് വൈബ്സ് ഒക്കെയുള്ള ഒരു ക്യാമ്പസാണ്. എന്നുവെച്ചാൽ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൊള്ളാം, അങ്ങനെ തോന്നി. അപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോൾ ജയദേവാണ് പറഞ്ഞത്, അതായത് സ്കൂൾ ഓഫ് എൻജിനീയറിംഗ്, അതായത് BHUവിൻ്റെ അണ്ടറിലെ സ്കൂൾ ഓഫ് എൻജിനീയറിംഗ് ആണ് പിന്നീട് IIT വാരണാസി ആയത്. ആ ഒരു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എഴുതിയേക്കുന്ന ഒരു ബോർഡ്. അപ്പം ഈ IIT BHU ആയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. എന്തോ 2012 അങ്ങനെ എന്തോ ഒരു കാലത്താണ് അത് IIT ആക്കിയത്. അപ്പോൾ നമ്മൾ IITയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ IIT വാരണാസിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പം എന്താ ഇത് ഫുള്ള് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഇങ്ങനെ പടർന്ന് കിടക്കുവാണ്. ഇതാണ് എൻട്രൻസ് IIT വാരണാസിയുടെ. ദിസ് ഈസ് IIT വാരണാസി ആൻഡ് BHU ക്യാമ്പസ്. TVT എഴുതി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ ചെറിയൊരു ക്ലിപ്പിങ്സ് ഞാൻ ആഡ് ചെയ്യാം. നമ്മളപ്പോൾ ഹോസ്റ്റലിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് രജിസ്ട്രേഷൻ കൗണ്ടറിലോട്ട് പ്രൊസീഡ് ചെയ്യണം. അപ്പം നടന്നുകൊണ്ടിരിക്കുക. ഇത് ഓരോരോ ബിൽഡിങ്സും ഇതൊരു കാട് പോലൊക്കെ കിടക്കുന്നുണ്ട്. എന്തോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും കൊള്ളൂല, സീരിയസ്ലി കൊള്ളൂല. IIT റൂർക്കി വാസ് ഹെവൻ കമ്പയർഡ് ടു ദിസ്. എനിക്ക് അറിഞ്ഞൂടാ എന്താ. ഞങ്ങളെന്തായാലും ഫുഡ് കഴിച്ചു. 25 രൂപ കൊടുക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഓഫീസ് ഓപ്പൺ അല്ലായിരുന്നു. അപ്പം ലൈക്ക് ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ 25 റുപ്പീസ് കൊടുത്തിട്ട് അവരുടെ മെസ്സിൽ നിന്ന് ഫുഡ് കഴിച്ചു. എൻ്റെ ഫുഡ് വാസ് പത്തറ്റിക്. ഫുഡ് എന്താണെന്ന് വെച്ചാൽ പോഹ ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡ് പക്കോട ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗുഡ്.
പിന്നെ നമ്മുടെ സ്പ്രൗട്ട്സ് ഉണ്ടായിരുന്നു. സ്പ്രൗട്ട്സ് വാസ് ബെറ്റർ. കാരണം അത്യാവശ്യം എന്തെങ്കിലും കഴിക്കാൻ പറ്റാത്ത സ്പ്രൗട്ട്സ് ആണ്. പിന്നെ പിന്നെ ഞാൻ ചായയാണ് കുടിച്ചത്, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതാജി കോഫിയാണ് കുടിച്ചത്. ആൻഡ് കോഫി വാസ് പാലും വെള്ളം കലക്കിയത്. കോഫി ഇട്ടില്ല, പാലുണ്ടായിരുന്നു. അതിനകത്ത് പഞ്ചാരയും പിന്നെ കപ്പിപ്പൊടി. വിളിക്കല്ലേ മോളെ, പാലൊന്നും അല്ല ഇത്. എന്തോ ഒരു സാധനം, പാലും വെള്ളം മേ ബി. എന്തായാലും ഞങ്ങൾ സ്വതന്ത്രതാ ഭവനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താവെന്നറിയത്തില്ല. എൻ്റെ കോഡിങ് ദൈവങ്ങളെ ഏക്കാത്തോണേ. ഞങ്ങൾ പോകുന്ന പരിപാടിയുടെ ഇതാണ്. മോദിജിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, പക്ഷേ മോദിജി വരുന്നില്ല, അത് ഒബ്വിയസ് ആണ്. പിന്നെ ഇവരെല്ലാം ഫോട്ടോ വെച്ചിട്ടുണ്ട്. ചീഫ് ഗസ്റ്റ് പക്ഷേ ഇങ്ങേരാന്നേ ഉള്ളൂ. ആരൊക്കെ അവിടെ കാണുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഞങ്ങൾ സ്വതന്ത്രത ഭവനിലേക്ക് കയറുവാണ്. ബോർഡൊക്കെ ഉണ്ട്. ഞങ്ങളെ എന്താടാ പന്തലോ കല്യാണ എഡിൻ ചാച്ചയെ വിളിച്ച് നോക്കാം. ഇതാണ് ഗൈസ്. അപ്പം ഞങ്ങളുടെ പോസ്റ്റർ നിങ്ങൾക്ക് കാണണ്ടേ? ഇതാണ് ഞങ്ങളുടെ പോസ്റ്റർ. സെക്യൂർ ഷോപ്പ് സ്ക്വാഡ്. ദാ എൻ്റെ പേര് മേഘ ആർ. പിന്നെ ഡാർക്ക് പാറ്റേൺസ് ബസ്റ്റർ ഹാക്കത്തോണിൻ്റേത്. പിന്നെ ഞങ്ങളുടെ ഓരോന്ന് ഞങ്ങളുടെ ടീം ലീഡർ ജയദേവേസ് എല്ലാവരുടേതും ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കൗണ്ടറിൻ്റെ അവിടെ നിൽക്കണം. എന്നിട്ട് അവർ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അതിന് ഉത്തരം പറയണം. അങ്ങനെയാണ് ഇവർ പറഞ്ഞേക്കുന്നത്. എന്തായാലും പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് റിസൾട്ട് ഒക്കെ അനൗൺസ് ചെയ്യുന്ന വേദി. ഗൈസ് സക്സസ്ഫുള്ളി മുന്നിരിക്കുന്നു. നമ്മൾ ടോപ്പ് 10-ൽ ഇല്ല. അപ്പം നമ്മൾ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഗൈസ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. നിങ്ങൾക്ക് ഇറങ്ങി കാണിക്കാം. എന്താണെന്നറിഞ്ഞൂടാ, മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയുടെ സ്ഥലമൊക്കെ പോലെ ഉണ്ട് കാണാനായിട്ടൊക്കെ. ദിസ് ഇസ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഹോൾ ബിൽഡിങ് ഫിസിക്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ഇരിക്കുക. മസിയുടെ പ്രീവിയസ് ഫിസിക്സ് ലബോറട്ടറി ആയിരുന്നു തോന്നുന്നു. ഇത് BSc ഓണേഴ്സിൻ്റേത്. ഇതിനകമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അത്യാവശ്യം ഒരു നാഗവല്ലി സെറ്റപ്പാണ് തോന്നുന്നത്. അപ്പം നമ്മൾ BHU ക്യാമ്പസ് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഘാട്ടിൽ പോകാമെന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാനും ജയദേവും മാധവും ഘാട്ടിൽ പോകാൻ ഇറങ്ങി. അപ്പോൾ ആദ്യം പോയത് കേദാർ ഘാട്ടിലാണ്. ഇതാണ് ഘാട്ടുകൾ. നമ്മൾ ഘാട്ടിലെത്തി. ഇത് കേദാർ ഘാട്ടാണ്. നമ്മളപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഗൗരി കേദാരേശ്വർ ടെമ്പിൾ. ഇത് ആക്ച്വലി വാരണാസിയിൽ മൃതദേഹം കത്തിക്കുന്ന ഒരു വീഡിയോ ആണ്. ആക്ച്വലി വാരണാസിയിൽ 2 ഘാട്ടിലാണ് മെയിനായിട്ടും കത്തിക്കുന്നത്. ഒന്ന് എല്ലാവരും കേട്ടിട്ടുള്ള മണികർണിക ഘാട്ട്, പിന്നുള്ളത് ഹരിശ്ചന്ദ്ര ഘാട്ട്. ഇതിൽ മണികർണിക ഘാട്ടിലാണ് 24 മണിക്കൂറും കത്തിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ഘാട്ടിലേക്കും പോകാനുള്ള ഗലികളാണ്. അപ്പോൾ അതാണ് കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു കോഫി കുടിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ എവിടെയാണ് സ്റ്റേയുടെ അവിടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എന്താ ഇപ്പോൾ പറയുക, വാരണാസിയിൽ ആദ്യം പോയിട്ട് വന്ന സമയത്ത് എനിക്ക് പിന്നെ അവിടേക്ക് പോവേ വേണ്ട എന്നൊരു ഒപ്പീനിയനായിരുന്നു. കാരണം പോയി വന്ന ശേഷം എനിക്ക് വയ്യാണ്ടാവുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ഒന്നുകൂടെ പോകണം എന്ന ആഗ്രഹം തോന്നുന്ന ഒരു സ്ഥലം കൂടാണ് വാരണാസി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഏകദേശം ഒരു വർഷം മുന്നെയാണ്. അന്നേരത്തെ എൻ്റെ ഒപ്പീനിയൻസിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം എന്താണ് എന്ന് എനിക്കറിയില്ല. നമ്മൾ 3ാമത്തെ ദിവസം സാർനാഥിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സാർനാഥിൽ രാവിലെ പോവുക, ഉച്ച കഴിഞ്ഞ ശേഷം ഗംഗാരതി കാണുക, പിന്നെ പിറ്റേന്ന് രാവിലത്തെ
വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് തിരിച്ച് ഡൽഹി പോവുക. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ ഞങ്ങൾ സാർനാഥിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വാരണാസിയിൽ നിന്ന് ഏകദേശം അരമണിക്കൂറോളം യാത്രയുണ്ട് സാർനാഥിലേക്ക്. അപ്പോൾ ഞങ്ങളവിടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാർനാഥ് എന്ന് പറയുന്നത് ബുദ്ധിസത്തിൻ്റെ ഒരു ഹബ്ബാണ്. അപ്പോൾ അവിടെ ഒരുപാട് ടെമ്പിൾസ് ഉണ്ട്. തായ് ടെമ്പിൾ, ജാപ്പനീസ് ടെമ്പിൾ, പിന്നെ ടിബറ്റൻ ടെമ്പിൾ, അങ്ങനെ അടുത്തടുത്ത് ഒരുപാട് ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ള ടെമ്പിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലെ ഒരു കോമ്പൗണ്ടിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പം ബുദ്ധൻ്റെ ഒരു ഭയങ്കര വലിയ പ്രതിമയുണ്ട്. അതായത് അത് തായ് ടെമ്പിളിൻ്റെ ഒരു പ്രമിസിലാണ്. ഇതാണ് ആ ഒരു പ്രതിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ വെച്ചാൽ, ബുദ്ധൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വേർച്യൂസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത് സാർനാഥിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു കോമ്പൗണ്ട്. സോ അപ്ഡേറ്റ് സ്റ്റിൽ നൗ. ഞങ്ങൾ സക്സസ്ഫുള്ളി IIT കോമ്പറ്റീഷൻ പൊട്ടി ടോപ്പ് 10 വന്നിട്ടില്ല. അപ്പം നമ്മൾ ഇന്നലെ വൈകിട്ട് ഘാട്ട് കാണാൻ ഇറങ്ങി. അപ്പം കേദാർ ഘാട്ടിൽ ഇറങ്ങി ശവം കത്തിക്കുന്ന വീഡിയോ എടുത്തു. പിന്നെ തിരിച്ചു വന്നു. ഇപ്പം സാർനാഥിലാണ്. സാർനാഥിൽ ഈ ഒരു തായ് ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണുള്ളത്. രാവിലെ 9:30 ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് 11 ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ നമ്മൾ സാർനാഥ് ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് കടക്കുകയാണ്. അപ്പം ഈ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിലാണ് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത്. നമ്മുടെ അശോക സ്തംഭം, അതായത് ഇപ്പം അത് മ്യൂസിയത്തിലാണ് വെച്ചേക്കുന്നത്, പക്ഷേ അതിൻ്റെ റിമെയിൻസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ധാമീക് സ്തൂപ. നിങ്ങളെല്ലാവരും സോഷ്യൽ ടെക്സ്റ്റിൽ ഇത് കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ഒരു ഫോട്ടോ. അതിൻ്റെ ഇപ്പുറത്തുള്ളത് ചൈനീസ് ടെമ്പിളാണ്. അപ്പോൾ നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് അധികം സ്ഥലത്തൊന്നും പോയില്ല. ജസ്റ്റ് അശോകസ്തംഭം നിന്ന ഒരു സ്ഥലം കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു. അപ്പോൾ അത് രണ്ടും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു ആക്ച്വലി പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ധാമിക് സ്തൂപയുടെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ധാമിക് സ്തൂപ. നമ്മൾ അടുത്ത് പോയിട്ട് എടുത്ത വീഡിയോ ആണിത്. ഇത് ധാമിക് സ്തൂപയെ കുറിച്ചുള്ള എഴുത്തുകൾ, പിന്നെ ഇത് അതിൻ്റെ ഹിന്ദി എഴുത്ത്, പിന്നെ ഇതാണ് സാധനം ഞാൻ മുമ്പ് കാണിച്ചത്. അപ്പം നമ്മൾ അശോക സ്തംഭത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് മുൾഗന്ധ എന്താണ്ട് വഴിയാണ്, ഇത് പഴയൊരു വഴിയാണ്. അപ്പം ഓക്കെ, ബാക്കി ഞാൻ അശോക സ്തംഭം വീഡിയോയിൽ കാണിക്കാം. അവിടെ ആൾക്കാരെന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേസ്, വി ക്യാൻ പ്രൊസീഡ് ടു ദ അശോക സ്തംഭം. എനിക്ക് ഉറപ്പില്ല, ഈ ഗൂഗിൾ മാപ്പ് പലതും കാണിക്കുന്നുണ്ട്. എനിക്ക് ഗൂഗിൾ മാപ്പിന് തീരെ വിശ്വാസമില്ലാത്തതുകൊണ്ട് അവിടെ എത്തുമോ എന്ന് എനിക്ക് ഡൗട്ട് ആണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളെത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ അശോക സ്തംഭത്തെ ഒടിച്ച് മടക്കിയവന്മാർ അതിൻ്റെ പില്ലർ മാത്രം വെച്ചിട്ടുണ്ട് അവിടെ. എൻ്റെ പുറകിൽ കാണുന്ന ഈ സാധനമാണ് നമ്മുടെ അശോക പില്ലർ ഉണ്ടായിരുന്ന സാധനം. അതിന് വെള്ളത്തിൽ അടിച്ച് മടക്കി എത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാർനാഥിൽ നിന്ന് തിരിച്ചു വന്നു. ഇത് മണികർണിക ഘാട്ടാണ്. വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, അതാണ് രത്നേശ്വർ മഹാദേവ് ടെമ്പിൾ. കുറച്ച് ദൂരെയായിട്ടാണ്. അപ്പം അത് ഒരു ഡിഗ്രിയിൽ ചെരിഞ്ഞിരിക്കുകയാണ്. അപ്പം അതാണ് ആ ഒരു ടെമ്പിളിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാഴ്ചകൾ ഉള്ളൊരു സ്ഥലത്താണ്. അതായത് വളച്ചുകെട്ടില്ലാണ്ട് പറയാം, മണികർണിക ഘാട്ട്. അതായത് കാശിയിൽ പോകുന്ന ലോഗോസ് എല്ലാം പറയത്തില്ലേ, മരണം ആഘോഷമാക്കുന്ന സ്ഥലങ്ങളാണ്. അതാണ് ഇവിടെ ഈ ചീത്ത 24 മണിക്കൂറും ബേൺ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ആൾക്കാരുടെ ശവങ്ങൾ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. സോ അവിടെ ആയിട്ട് തീ കത്തുന്നിടത്താണ് മണികർണിക. ഞങ്ങളിവിടെ ബോട്ട് സവാരിയുടെ കാര്യം ചോദിക്കാൻ അവർ പോയേക്കുവാണ്. അപ്പം ആ ഒരു ഘാട്ടിൻ്റെ അവിടേക്ക് ഞാൻ അങ്ങോട്ട് ഞാൻ പോയില്ല, പോയി നോക്കണം. അവിടുത്തെ വീഡിയോസ് ഞാൻ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവിടോട്ട് പോകുന്നതന്നെ അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ്. പോയാൽ ഞാൻ വീഡിയോ കാണിക്കാം.
വാരണാസി യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും പറയും ബോട്ട് റൈഡാണെന്ന്. കാരണം എന്താ വെച്ചാൽ ആ ഒരു വാരണാസി അല്ലെങ്കിൽ ബനാറസിൻ്റെ ഒരു ഭംഗി ഫുള്ള് ആസ്വദിക്കാൻ പറ്റുന്നത് ഒരു ബോട്ട് റൈഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം ചോദിച്ചപ്പോൾ ഒരുപാട് പൈസയൊക്കെ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തു. സ്റ്റിൽ ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ 1000 കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അവർ മണികർണിക ഘാട്ടിൽ തുടങ്ങി ഹരിശ്ചന്ദ്ര ഘാട്ട് വരെ പോയി. എന്നിട്ട് ഞങ്ങളെ ഗംഗാരത്തി നടക്കുന്ന ദശാശ്വമേധ് ഘാട്ടിൽ വിടാം എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഫെയറായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ നല്ല റൈഡായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ദശാശ്വമേധ് ഘാട്ട് വിട്ടു. ഇപ്പം ഞാൻ ഗംഗാരത്തി നടക്കുന്ന ദശാശ്വമേധ് ഘാട്ടിലിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഫ്രണ്ട് ഇത് പിടിച്ചിട്ടുണ്ട്, പൂജയുടെ സെറ്റപ്പൊക്കെ. ഇവിടെ ഐ ഗസ് 5 ആൾക്കാരാണ് ഇത് പൂജ നടത്തുന്നത്. സെറ്റപ്പ് കൊള്ളാം. എന്തായാലും ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും വീഴും ഇല്ലായിരിക്കും. എന്തായാലും നോക്കാം. ഗംഗാരതി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ്. കാരണം ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീലാണ് ഈ ഗംഗാരതി നമ്മൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ലൈക്ക് അത് പറയാൻ പറ്റില്ല, അത് ഫീൽ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പം എനിക്കെന്തായാലും ഗംഗാരതി വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ വാരണാസി പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹരിദ്വാർ ആണെങ്കിലും പോകുന്ന ഋഷികേശ്, ഈ 3 സ്ഥലത്താണ് ഗംഗാരതി നടക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ 3 സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഗംഗാരതി എന്ന് പറയുന്നത്. അപ്പം ഗംഗാരതി ആയിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ പോകാനായിട്ട് എല്ലാം റെഡിയാണ്. അപ്പം അതായിരുന്നു. അപ്പോൾ ഗംഗാരതി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഗംഗാരതിക്ക് ശേഷം ആൾക്കാർ ദീപങ്ങൾ ഗംഗയിലൊഴുക്കും. അപ്പം ഞാനും ഒഴുക്കി ഒരു ദീപം. ഞാൻ മാത്രമല്ല, ഞാനും മാധവും ജയദേവും ഞങ്ങൾ 3 പേരും ദീപം ഒഴുക്കിയായിരുന്നു. അപ്പം പിന്നെ കൊതി കണ്ടിട്ട് ഈ സാധനം 10 രൂപ ഇത് മേടിച്ചു. പിന്നെ അച്ചാർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം താങ്ക് യു. ഇപ്പം ഇവിടെ ഒരു കടയിൽ നിന്ന് ബനാന ഫ്ലേവർഡ് ലസ്സി. ഞങ്ങൾ രാവിലെ 6 മണിക്കാണ് ട്രെയിന് എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഓടിപ്പിടിച്ച് വന്നു. നല്ല അഡ്വഞ്ചറസ് ആയിട്ട് 5 പേര് ഒരു റിക്ഷയിലൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ എന്താ പറയുക, ട്രെയിൻ ഇസ് ലേറ്റ് ബൈ 3 hours. സോ ഞങ്ങൾ എക്സിക്യൂട്ടീവ് ലോഞ്ച് എടുത്തു. അതായത് പെർ പേഴ്സൺ 1 hourലേക്ക് 99 rupees. സോ ഞാനത് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് പറയുന്നത്. ഗൗതം, എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. വന്ദേ ഭാരതിനെ പറ്റി. വാരണാസിക്കാരും വന്ദേ ഭാരത് എടുക്കുക, അത് പറയാൻ മതി. എനിക്ക് തോന്നുന്നു വല്ല സ്ലീപ്പറോ ഇല്ല ജനറലോ എടുത്തോണ്ട് ഇതിലും അന്തസ്സുണ്ടായിരുന്നു തോന്നുന്നു. തീരെ മോശം സർവീസ്. വന്ദേ ഭാരതിനെ പറ്റിയുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ഇത് തന്നെയാണ്. ന്യൂഡൽഹിയിൽ നിന്ന് കയറിയപ്പോൾ 1.5 മണിക്കൂർ ലേറ്റായിരുന്നു. ഇതിപ്പോൾ ഡബിൾ ചെയ്ത് 3 ആയി. ഇനി കംപ്ലൈൻറ്റ് എന്തായാലും കൊടുക്കണം. പിന്നെ ഇതിൽ 2000 rupees നമുക്ക് IIT തിരിച്ചു തരും എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനല്ല, ഇപ്പം 1795 rupees ആയിരുന്നു 1 വീയിലേക്ക്. ഇതിൽ ഞങ്ങൾക്ക് ഇതെടുക്കേണ്ടി വന്നു. കാരണം വേറൊരു ട്രെയിൻസ് അവൈലബിൾ അല്ലായിരുന്നു. ബസ് വരുമ്പോൾ ഏകദേശം ഇത്രയും റേറ്റ് തന്നെയായിരുന്നു വരുന്നത്. അപ്പം അല്ലാണ്ട് എടുക്കുമായിരുന്നെങ്കിൽ നഷ്ടമാണ്. ഇപ്പോഴും നഷ്ടം തന്നെയാണ്. ബട്ട് സ്റ്റിൽ 2000 rupees കവറപ്പായി പോകുക എന്നുള്ളതാണ് ഏക സമാധാനം. അപ്പോൾ തിരിച്ചും വന്ദേ ഭാരതിൽ തന്നെയാണ് വരുന്നത്.
ഒട്ടും തന്നെ എക്സൈറ്റ്മെൻ്റ് ഇല്ല. ഏകദേശം 3-3.5 മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. കാരണം രാവിലെ 6 മണിക്ക് വരേണ്ട വണ്ടി വന്നത് 9:30-ക്കാണ്. പിന്നെ ഇപ്പം ടൈം എത്രയാണ്, 10 സംതിങ് ആയി ഗസ്. ഇപ്പം നമ്മൾക്ക് ഇൻസ്റ്റൻറ്റ് ചെയ്യാണ്, മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ചൂടുവെള്ളമുണ്ട്, പിന്നെ ബിസ്ക്കറ്റ്. ഇവിടെ എല്ലാവരും ഡെഡാണ്. ഇവിടെ എണ്ണ ഡെഡായിരുന്നു. എനിക്കും നല്ല അത്യാവശ്യം ചെറിയൊരു പനിയുടെയൊക്കെ ലക്ഷണമുണ്ട്. നാളെ എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. വലിയ കുഴപ്പമില്ല. ഇതാണ് കറക്റ്റ് അപ്ഡേറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണിക്കാം. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നോൺ വെജ് ആയിരുന്നു ചൂസ് ചെയ്തത്. പക്ഷെ തിരിച്ച് ഞാൻ വെജാണ് ചൂസ് ചെയ്തത്. അപ്പം രണ്ട് ഫുഡും ട്രൈ ചെയ്യാമല്ലോ. അപ്പം വെജ് എന്താ ഫുഡ് എന്നത് നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫുഡ് വന്നേക്കാണ്. വെജ് ഫുഡും നോൺ വെജ് ഫുഡും ഞാൻ കാണിക്കാം. വെജ് ഫുഡ് എന്ന് പറയുന്നത് ഇത് പൊട്ടറ്റോ ഫ്രൈ, പിന്നെ ഇത് ചോറ്, കുറച്ച് ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ ഡാൽ കറി, ഇത് രണ്ടും പനീറാണ്. പിന്നെ ഡെസേർട്ടായിട്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ റാഗി ലഡു ആൻഡ് ദഹി, അത്രേ ഉള്ളൂ. പിന്നെ നോൺ വെജിൽ ഒരു മാറ്റമുള്ളൂ, ചിക്കൻ കറിയാണ്. ഇവിടെ പനീർ കറിയാണ്. ദാറ്റ്സ് ദ ഡിഫറൻസ്. പിന്നെ ഒരു ചപ്പാത്തി ഉണ്ട്. ഗൈസ്, അപ്പം ഡൽഹി എത്താറായി. ഇനിയും ഓൾമോസ്റ്റ് 40 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പം എനിക്ക് അറിഞ്ഞൂടാ, പനി പിടിച്ചാൽ തോന്നുന്നു. ഞങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് ഡെഡായിരിക്കുകയാണ്. അപ്പം ഇത്ര ഉള്ളായിരുന്നു വാരണാസി പോയ കാര്യങ്ങളൊക്കെ. ഞാനിത് എത്ര പാട്ടായിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പോൾ ട്രെയിനിൽ ഇരുന്നെടുക്കുന്ന വീഡിയോ ആണ്. ഞാൻ എന്തായാലും പുറത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. കാഴ്ചകൾ പാടങ്ങളുടെ നടുവിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വാരണാസി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ. യെസ് ഗാതെ പോരാ. ഓ ശരി. ഇതെന്താണ് അതിനും പറ ഗാതെ. ഹായ് ജയദേവ്. ശരി, മൈൻഡ് ഇല്ലല്ലോ. ഗൗ എല്ലാവരും ഒരു ബൈ പറയൂ. ജയദേവനോട് പറയൂ. ലവനോടും ബൈ പറ. എന്തുവാ? വീഡിയോ വരുവേ, കട്ട് ചെയ്തില്ല ഞാൻ. വീഡിയോ വരും.